ഹലോ നമസ്കാരം. ട്രസ്റ്റഡ് ബേർഡ്സ് നിന്ന് അരുൺ സുഭാഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓണൊക്കെ അല്ലേ, ട്രസ്റ്റഡ് ബേർഡ്സിൻ്റെ എല്ലാം സബ്സ്ക്രൈബേഴ്സിനും ട്രസ്റ്റഡ് ബേർഡ്സിൻ്റെ ഫാമിലിയുടെ വക ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലൊരു ഓണം തന്നെ ആയിരിക്കട്ടെ ഈ വർഷം. ഓക്കെ, അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ഒരു മാസമായി തോന്നുന്നു പുതിയ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ ഓണത്തിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതായത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയാം, നമ്മുടെ വടക്കുന്നാഥൻ സ്വരാജ് റൗണ്ട്. ഇവിടുന്ന് വെറും 700-750 മീറ്റർ മാത്രം മാറി നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രം മാറി നിൽക്കുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ്, ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണൊക്കെയാണ്, എല്ലാവർക്കും പുതിയൊരു വീട് പുതിയൊരു വാസസ്ഥലം സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയൊരു ഫ്ലാറ്റ് എടുക്കുക തൃശ്ശൂർ ടൗൺ. നമ്മളൊരു തൃശ്ശൂർ താമസിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വരാജ് റൗണ്ടിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലേക്ക് എപ്പോഴും കടന്നു വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ പ്രൈം ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കോൺസെപ്റ്റ് തന്നെ സാധാരണക്കാർക്ക് ഒരു പാർപ്പിടം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ റേറ്റിലും കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്ലാറ്റുകൾ തരുന്നത്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ വടക്കുന്നാഥൻ്റെ അവിടെ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ സ്ഥിര സ്ഥലമായ പൂങ്കുന്നത്തേക്ക് എത്തിയിട്ടുണ്ട്. പൂങ്കുന്നത്തുനിന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും പോകുന്ന എല്ലാവർക്കും കുറച്ച് അറിയുന്ന ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കണ്ടാൽ തന്നെ ഇതറിയുന്ന സ്ഥലമാകുമ്പോൾ നിങ്ങൾക്ക് വഴി കാര്യങ്ങൾ മനസ്സിലാവാൻ കറക്റ്റ് ലൊക്കേഷനാണ് പോകുന്നത്. അതാണ് നമ്മൾ ഇവിടെ നിന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്താണ്, പൂങ്കുന്നം ജംഗ്ഷനാണ്. പൂങ്കുന്നം സെൻറ്റർ എന്ന് പറയും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ധനലക്ഷ്മി ബാങ്ക്. ഇപ്പോൾ ഞാൻ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ഫോർട്ടിലേക്കാണ്, പടിഞ്ഞാറേക്കോട്ട. ഈ ലെഫ്റ്റ് സൈഡിൽ ധനലക്ഷ്മി ബാങ്ക്. ഈ ലെഫ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ റോഡാണ്, കോഴിക്കോട് ഗുരുവായൂർ റോഡാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പാട്രാക്കിൽ പാലം, അശ്വിനി ജംഗ്ഷൻ ഒക്കെയാണ് ഈ വഴിക്ക്. ഓക്കെ, അപ്പം ഞാൻ ആ വഴിക്കാണ് കയറുന്നത്. നമ്മൾ ഈ വഴിക്ക് കയറി. ഈ വഴി കയറിയതും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ഇത് നമ്മുടെ പൂങ്കുന്നം ശിവക്ഷേത്രത്തിന്റെ ബാക്കിൽ കൂടെ ഉള്ള വഴിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തില്ല, ആ വഴി ഇങ്ങനെ നേരെ പോകുന്നതാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് തിരുവമ്പാടി അമ്പലമാണ്. തിരുവമ്പാടി അമ്പലത്തിൻ്റെ നേരെ മുന്നിലേക്ക് പോയി ചേരുന്ന വഴിയാണ് കേട്ടോ ഇത്. ഒരു റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടി അമ്പലമായി. ആ വഴിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ചെക്കാമുക്ക് കോട്ടപ്പുറം വഴിയാണ്. ആ വഴി പോയി കണക്ട് ചെയ്യണത് MG റോട്ടിലേക്കാണ്. ഇവിടുന്ന് ലെഫ്റ്റ്, ഈ ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാട്രാക്കിൽ പാലത്തേക്ക് പോകുന്ന ആ വഴിയിലേക്ക് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വഴി കയറിയതാ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ പൂങ്കുന്നം ജംഗ്ഷനിൽ വല്ലാണ്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്ലാറ്റ് കാണണ്ടേ? ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫ്ലാറ്റാണ്. അടിയിൽ വിശ്വറാമിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. ശ്രീ മൂകാംബിക ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റാണ്. ഒരു G+2 ഫ്ലാറ്റാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഫ്ലാറ്റ്. നല്ല റോഡ് സൈഡ് വ്യൂ ആയിട്ടുള്ള ഒരു മിനിറ്റ് കണ്ടോ, നമ്മുടെ ഫ്ലാറ്റ് കണ്ടില്ലേ? നല്ലൊരു റോഡ് സൈഡ് വ്യൂ ആയിട്ടുള്ളതാണ്. നേരെ റോഡിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. നേരെ കാണുന്ന തിരുവമ്പാടി അമ്പലത്തിലേക്കുള്ള റോഡാണ്. ആ നേരെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവമ്പാടി അമ്പലം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. ആ ഗ്ലാസ് ഇട്ട ഒരു ബാൽക്കണി ഉണ്ടല്ലേ, അതാണ് നമ്മുടെ ബാൽക്കണി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതിൽ ബാൽക്കണി ഒരു 180 ഡിഗ്രി ബാൽക്കണിയാണ്. നമുക്ക് എല്ലാം ഈ ഫ്രണ്ട് സൈഡും സൈഡിലേക്കൊക്കെ നമുക്ക് ബാൽക്കണി വ്യൂ ഉണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, നല്ല എയർ വെന്റിലേഷനും വെളിച്ചത്തിൻ്റെ നല്ല
ഇതൊക്കെ ഉള്ള നല്ല രസമായിട്ടുള്ളൊരു ഫ്ലാറ്റാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ലിവിങ്ങിലും ഡൈനിങ്ങും കൂടിയിട്ട് യോജിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് ലിവിങ് ഹോളാണ്, ഡൈനിങ് ഹോളാണ്. ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. നമ്മുടെ നേരെ ബാക്കിൽ ഒരു ബാൽക്കണി. ഇത് ബാൽക്കണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം പറഞ്ഞത് ഒരു 180 ഡിഗ്രി ബാൽക്കണിയാണ്. നമുക്ക് ചുറ്റും നടക്കാൻ പറ്റിയ പോലത്തെ പകുതിയോടെ നമുക്ക് നടക്കാൻ പറ്റിയ നല്ല ബാൽക്കണിയാണ്. നല്ല റോഡ് സൈഡ് ഫേസിങ് കാര്യങ്ങളൊക്കെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ഹോളും ഈ ബാൽക്കണിയുടെ സ്പേസിൽ കയറി പോകുന്നു കിച്ചണിലേക്കാണ്. കിച്ചണിലല്ലേ ഭയങ്കര സ്പേഷ്യസ് ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഉള്ള കബോർഡുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്താ ഒരു ചുറ്റും ഇവിടെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തലപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് നമുക്കൊരു ചുറ്റിനും ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണ്. പിന്നെ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് കബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പെയിന്റിങ്ങൊക്കെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകും. ബാൽക്കണി ഉണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ബാൽക്കണി ഇല്ല. ഇവിടെ ഈ ഹോളെന്നുള്ള ബാൽക്കണി ഇതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ജംഗ്ഷനാണ്, വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ നേരെ കയറി പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിലും ഇതേപോലെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ബെഡ്, ഇതിൽ 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇതില് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 3-4 ബാൽക്കണി ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 2 ബെഡ്റൂമും നമുക്ക് ബാൽക്കണി ഉണ്ട്. പല ഫ്ലാറ്റുകളിലും ഒരു ബാൽക്കണി ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2 ബാൽക്കണി. അതായത് ഒരു ബെഡ്റൂമും പിന്നെ ഒരു ലിവിംഗും. ഇത് നമുക്ക് എല്ലായിടത്തും നമുക്ക് ബാൽക്കണി സൗകര്യം തരുന്നുണ്ട്. ഒരു ഫ്ലാറ്റിൽ ജീവിക്കുമ്പോൾ ഒരു ബാൽക്കണി അത് വലിയൊരു പ്രാധാന്യം പിടിച്ചൊരു കാര്യം തന്നെയാണ്, അല്ലെ? പ്രധാനം പിടിച്ച കാര്യം. അപ്പോൾ ഇതൊരു ബാൽക്കണി, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ബാൽക്കണി. ഇത് എത്ര കണ്ടില്ലേ? റോഡ് ഫേസിംഗ് ആണ് മെയിൻ, അതായത് നമ്മുടെ റോഡ് ഫേസിംഗ്. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ തിരുവമ്പാടി അമ്പലം, ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3 സെക്ഷൻ. ഓക്കെ, പിന്നെ ഇതിന്റെ സത്യം പറഞ്ഞാൽ 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 2 ബാത്റൂമാണുള്ളൂ, പക്ഷെ 2 അറ്റാച്ച്ഡ് ബാത്റൂമും ആ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊരു കോമൺ ബാത്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താന്നല്ല ഞാൻ കാണിച്ചാൽ ഇവിടെ നമുക്ക് ഒരു വാഷ്റൂം ഉണ്ട്, ഇതൊരു ബാത്റൂമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു ഡോർ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ബാത്റൂമിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് യൂസ് ചെയ്യാം, എന്നാൽ വേണമെങ്കിൽ ഈ ഭാഗം കൂട്ടിയിട്ടിട്ട് ഒരു കോമൺ ബാത്റൂം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡോറും കൂടിയുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ കയറി വന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ബാത്റൂം യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അടുത്ത് കയറുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി ഈ ഒരു ബെഡ്റൂമിലാണ് നമുക്ക് കുറച്ച് ഭയങ്കര ഒരു നേരോ ആയിട്ടുള്ള കുറച്ച് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ചെയ്യുന്ന ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമാണ്. ഓക്കെ, നമുക്ക് അത് കാണാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആ ബാൽക്കണിയിലാണ്. വരും, ഈ ബാൽക്കണി ഇതുവരെ ഉണ്ടാവും, ഇതുവരെ അല്ല ഉള്ളത്, ഇനിയും ഉണ്ട്. കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ബാൽക്കണിയുടെ സ്പേസ് കണ്ടില്ല, എത്ര ആ അറ്റം വരെ ഉണ്ട്. നമ്മുടെ ലിവിംഗ് നിന്ന് കണ്ട ബാൽക്കണിന്റെ തൊട്ടിപ്പുറത്ത് ബാൽക്കണി വരെ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇതിൽ കുറെ ബാൽക്കണികളുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു സൈഡ് ഉണ്ട്. അങ്ങനെ ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിൽ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. നമ്മളിതില് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. എല്ലാം പെയിന്റിങ് അടക്കം എല്ലാ വർക്കും നമ്മളൊരു താമസിക യോജിതമായ ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിൽ ചെയ്യുന്നത്. പെയിന്റ് പണി കാര്യങ്ങൾ, കിച്ചൺ കബോർഡ് എല്ലാം നല്ല കണ്ടീഷനായിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ,
ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതായത് ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രീ മൂകാംബിക ഫ്ലാറ്റിന്റെ ബിൽഡേഴ്സിന്റെ ഫ്ലാറ്റാണ്. ശ്രീ മൂകാംബിക അപ്പാർട്ട്മെന്റ്സ് തന്നെയാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇതൊരു G+2 അപ്പാർട്ട്മെന്റ് ആണ്. പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കോമൺ പാർക്കിംഗ് ആണ്, അത് നമ്മൾ ആദ്യം തന്നെ പറയണം. ഇൻഡിവിജ്വൽ പാർക്കിംഗ് അല്ല, കോമൺ പാർക്കിംഗ് ആണ്. നമുക്ക് വണ്ടി ഇടാം. അതിപ്പോൾ നമുക്ക് ഇവിടെ ഈ പുറത്തിപ്പോൾ ഞാൻ വണ്ടി ഇട്ടേക്കുന്നത് നേരെ ഫ്ലാറ്റിന്റെ മുന്നിലാണ്. ഇവിടെ നമുക്ക് വണ്ടി ഇടാനുള്ള പെർമിഷൻ ഉണ്ട്. ഉള്ളിലും നമുക്ക് കവേർഡ് ആയിട്ടും അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇടാം. ഓക്കെ, അപ്പോൾ പാർക്കിങ്ങിന്റെ കാര്യം ക്ലിയർ ആയി. നമുക്കിതിൽ വെള്ള സൗകര്യം, കോർപ്പറേഷൻ വെള്ളവും വരുന്നുണ്ട്, ബോർവെല് വെള്ളവും വരുന്നുണ്ട്. എല്ലാം ഫിൽറ്റേർഡ് ആയിട്ടുള്ള വെള്ളങ്ങളാണ്. അടിയിൽ അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. RO പ്യൂരിഫയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ റോഡിലേക്ക് ഫേസിങ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഫെയർ വാല്യൂന് ഇവിടെ ഒരു സെന്റിന് 10-25 ലക്ഷം രൂപയുടെ മുകളിലാണ് വില. അതായത് ഒരു സെന്റിന്റെ വിലയാണ്. നമുക്കിതിൽ അൺഡിവൈഡഡ് ഷെയർ ഒരു ഓണർക്ക് ഭൂമി അവകാശം എന്ന് പറയും. അത് നമുക്ക് ഒരു സെന്റിന്റെ മുകളിൽ നമുക്ക് ഇതിൽ അൺഡിവൈഡഡ് ഷെയർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെന്റിന് തന്നെ 25 ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഇതിന്റെ റേറ്റിലേക്ക് ഞാൻ വരാം. ഇതിൽ മെയിൻ്റനൻസ് വരുന്നത് 2000 രൂപയാണ്. 2000 രൂപ ഇല്ല, അതിന്റെ കുറച്ച് താഴെയാണ്. ഞാൻ പറയാം, അത്രേ വരുന്നുള്ളൂ. അത് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ്. പിന്നെ ഇതിലെന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ റേറ്റ് നമ്മൾ വെറും 35 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് പ്ലോട്ട് ചെയ്തേക്കുന്നത്. വലിയ റേറ്റ് ഒന്നും അല്ലാന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മൾ പറയുന്ന റേറ്റും ഇതേ ഒരു കുഴപ്പവും ഇല്ലാത്ത റേറ്റുകളാണ്. അതായത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് OLX എടുത്ത് നോക്കിയാലും ഏറ്റവും റേറ്റ് കുറവിന് കാണുന്ന ഫ്ലാറ്റുകളൊക്കെ നമ്മുടെ ഫ്ലാറ്റുകളാണ്. അതായത് ഒരു മാർക്കറ്റ് വാല്യൂവിന്റെ അടുത്ത് പോലും എത്താത്ത റേറ്റാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇടനിലക്കാരില്ലാതെ കച്ചവടം ചെയ്യുന്നതാണ് നമ്മുടെ ബിസിനസ്. നമ്മൾ ബ്രോക്കർമാരല്ല, നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് 35 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിൽ കോട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന പ്രൈസ് 35 ലക്ഷം രൂപയാണ്. ഞങ്ങൾ ഇതിൽ 1.5 ലക്ഷം രൂപയുടെ വർക്ക് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഞങ്ങൾ അതിന്റെ ക്ലോസറ്റ് മാറ്റി, പെയിന്റിങ്, ബാക്കി മെയിൻ്റെനൻസ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് നല്ല താമസിക യോജികമായ കണ്ടീഷനിലാണ് ഈ ഫ്ലാറ്റ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് പാർക്കിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ബാക്കി ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഞങ്ങൾ ലീഗലി എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഫ്ലാറ്റ് നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ എൻ്റെ പപ്പയുടെ വീഡിയോ ഒക്കെ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പപ്പേനെ അറിയണ്ടാവും. പപ്പയുടെ പേര് സുഭാഷ് എന്നാണ്. എൻ്റെ പേരാണ് അരുൺ സുഭാഷ്. പപ്പയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത്. ഇപ്പം ഞാനാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പപ്പയുടെ വീഡിയോ മുതൽ കണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നതെന്നും നമ്മൾ എത്ര ജെന്യൂൻ ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറയുന്ന റേറ്റും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ഈ നമ്പർ 8943333633 അല്ലെങ്കിൽ 9746260300 ഈ 2 നമ്പറിൽ വിളിച്ചാൽ എന്നെ തന്നെയാണ് കിട്ടുക. ആദ്യം പറഞ്ഞ നമ്പർ എൻ്റെ പപ്പ ഉപയോഗിച്ച നമ്പറാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിളിച്ച് ഏതിലാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരിക, ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഞാൻ ഡ്രൈവിങ്ങിലൊക്കെ ആകുമ്പോഴാണ് ചില സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ഫ്ലാറ്റൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെടും. നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവും. ചെറിയ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരാം, അതൊന്നും കുഴപ്പമില്ല. ആദ്യം ഫ്ലാറ്റ് വന്ന് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ഒത്തുചേർന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വലിയൊരു ഫാമിലി ആയിട്ട് നമുക്ക് കൊണ്ടുവരണം. യൂട്യൂബിലൂടെ നമ്മൾ ഭയങ്കരമായിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ട്രസ്റ്റഡ് ബേർഡ്സിൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയി അടുത്തൊരു ദിവസം ഇനിയുമായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോ, ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടിയും, എല്ലാം പ്രേക്ഷകർക്കും ട്രസ്റ്റഡ് ബേർഡ്സിൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ ഈ വർഷത്തെ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക. അതിൻ്റെ കൂടെ കൂടിയിട്ട് നമ്മുടെ ഒരു
ഫ്ലാറ്റും എടുക്കുക, ഒരു പാർപ്പിടം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് തൃശ്ശൂർ ടൗണിൽ. അപ്പോൾ അതും മറക്കണ്ട. അപ്പോൾ ഹാപ്പിയാണ്. ബൈ.